നമുക്കിന്ന് സിമ്പിൾ ആൻഡ് ഈസി ഒരു അൽഫാം റെഡി ആക്കി നോക്കാം. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ജ്യൂസി ആയിട്ട്. അപ്പൊ നമുക്ക് അൽഫാമിന് വേണ്ടി നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. ഇത് ഞങ്ങള് വീട്ടിലുണ്ടാക്കി സക്സസ് ആയ കഴിച്ചാണ്. നമുക്ക് അതിന് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം, കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം, കുറച്ച് സവോള ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, മല്ലി പൗഡർ ഇട്ട് കൊടുക്കാം, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കേട് ഇട്ട് കൊടുക്കാം. ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പേസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. നമ്മളൊരു ഫുൾ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ചിക്കൻ ആണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്കിതൊരു 1/2 hour മാരിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ 1/2 hour മാരിനേറ്റ് ആയിട്ട് നമുക്ക് ഇനി ഇതെടുത്ത് ഒരു 20 minutes എയർ ഫ്രയറിൽ വയ്ക്കാം. നമ്മൾ ഇങ്ങനെയാണ് വെച്ചു കൊടുത്തേ. നമ്മളൊരു 20 minutes എയർ ഫ്രയറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് സോസ് റെഡിയാക്കാം. ഇവിടെ നമുക്ക് അതിനു വേണ്ടി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. സോൾട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ച പെപ്പറാണ്. പെപ്പർ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പൊടിക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മളിവിടെ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഈ ഉരുളീനെ എല്ലാരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യണമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഉരുളി തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിനി ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്ക് ഇനി നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ചവച്ച മുളകിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്.